വിജിലൻസിനെ വഴിയാധാരമാക്കി നിർത്തുന്നത് വരുതിയിലാക്കാനോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇവിടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായി വിജിലൻസ് കാണുന്നത് ഈ ലോക്കപ്പ് ഇല്ല, അതുപോലെ തന്നെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനോ ഒക്കെയുള്ള അസൗകര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ പലരും ഇത് വിജിലൻസിൻ്റെ ഒരു പോരായ്മയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ദുർവിനിയോഗം ചെയ്യുന്നില്ല. ഇപ്പോൾ വിളിച്ചാലും വരാതിരിക്കുക, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാവകാശം കിട്ടുക, നല്ലൊരു വക്കീലിനെ കൊണ്ട് അത്യാവശ്യം പൈസയും ഉണ്ടല്ലോ, ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇത് എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാം, ബെയിൽ കിട്ടും, പിന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം, കാലമെടുക്കും. ഇങ്ങനെ പ്രതികൾക്ക് അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടാനിടയുള്ളവർക്ക് നിയമത്തിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നൊരു വലിയ പഴുതല്ലേ വിജിലൻസിൻ്റെ ഈ പറയുന്ന പരാശ്രയത്വം, ഈ പറയുന്ന ഏറ്റവും വലിയ ദൗർബല്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളിൽ അടക്കം അവർ അഭിമുഖീകരിക്കുന്ന ദൗർബല്യങ്ങൾ? വേണു, വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ് വേണു ചോദിച്ചത്. അതിനകത്ത് പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരു അഭിഭാഷകനതിൽ ഞാൻ പറയാൻ എനിക്ക് അല്പസമയം നൽകണം. ആദ്യമായിട്ട് ബഹുമാന്യനായ ശ്രീ നേതാവ്, എൻ്റെ പ്രിയ സുഹൃത്തും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഈ ചർച്ചയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കഴിഞ്ഞ കാല ചരിത്രം, എനിക്ക് തോന്നുന്നു ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കേരളത്തിൻ്റെ ഭരണ രീതി നമ്മൾ പരിശോധിച്ചാൽ ഒരു ബാലകൃഷ്ണമല്ല അല്ലാതെ വേറെ ഒരാളെപ്പോലും അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി നമ്മളെല്ലാം ഉൾക്കൊള്ളണം. അതൊരു സത്യവുമാണ്. അപ്പോൾ ഈ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ആ കാര്യത്തിൻ്റെ അതിൻ്റെ എല്ലാ തലങ്ങളും, നിയമപരമായ തലങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, സമ്പത്തിൻ്റെ നഷ്ടം, പ്രതികൾ രക്ഷപ്പെടുന്നത്, വേണു സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് സന്താനം കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത്, റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. എങ്ങനെ നമ്മുടെ രാജ്യത്ത് അഴിമതിയെ സംബന്ധിച്ച് എക്സ്പെഡിഷ്യസ് ആയിട്ട് എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന നഷ്ടങ്ങൾ പൊതുമുതൽ നികത്താൻ, അത് നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ സംവിധാനം ഇഫക്റ്റീവായിട്ടും സമയബന്ധിതമായിട്ടും വേണമെന്നുള്ളതാണ് സന്താനം കമ്മിറ്റിയുടെ പ്രധാനമായ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എക്സ് ബ്രാഞ്ച് ഓഫ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ യൂണിറ്റ് ആയിരുന്നു നേരത്തെ വിജിലൻസിൻ്റെ ഈ നടപടി നടത്തിക്കൊണ്ടിരുന്നത്, അഴിമതി കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ആ എക്സ് യൂണിറ്റ് എന്ന ആ ബ്രാഞ്ചിനെ മാറ്റി റീപ്ലേസ് ചെയ്തിട്ടാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്ന് ആ വിജിലൻസിലെ ഇത്തരത്തിലുള്ള പോലീസും അന്വേഷണവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. ശ്രീ റഹീം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 21 പോലീസ് സ്റ്റേഷനുകൾ നോട്ടിഫൈ ചെയ്തെങ്കിലും ആ പോലീസ് സ്റ്റേഷനുകളിലെ മറ്റു ജോലികളോടൊപ്പം ആണ് നമ്മുടെ വിജിലൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് ഉയർത്തുന്ന അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉയർത്തുന്ന അതിൻ്റെ ഡയറക്ടർ ഇപ്പോൾ ഉയർത്തി വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. ആ പിടിക്കപ്പെടുന്ന വ്യക്തികൾ ശിക്ഷിക്കപ്പെടണം, പൊതുമുതൽ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം, അത് പൊതുമുതലായിട്ട് വരേണ്ടതാണ്. മാത്രവുമല്ല, പൊതുജന സേവകർ, അതായത് പബ്ലിക് സർവൻ്റ് അഴിമതി നടത്താതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ നടപടികൾ ഒരു മെസ്സേജായി സമൂഹത്തിന് പോകണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ജയില് വേണം, CR പറഞ്ഞതുപോലെ അതിൽ കണ്ടെടുക്കുന്ന ലോക്കർ വേണം, അത് വളരെ സമയബന്ധിതമായി കേസുകൾ തീരുമാനിച്ചു. അല്ലെങ്കിൽ വേണു പറഞ്ഞതുപോലെ തെളിവ് നശിക്കും, സാക്ഷികൾ പലപ്പോഴും കണ്ട കാര്യങ്ങൾ അവർ മറക്കപ്പെടും, പലപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രതി രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളും കാലതാമസം കൊണ്ടുണ്ടാകും. ഒരു സെക്കൻഡ്, ആ നഷ്ടമെന്ന് പറയുന്നത് ഒരു പ്രതി ശിക്ഷിക്കാൻ പോകപ്പെടുന്നതല്ല, പൊതുമുതലാണ് നഷ്ടപ്പെടുന്നത്. ആ പൊതുമുതൽ നഷ്ടപ്പെടുന്നത് ഒരു രീതിയിലും നമുക്ക് പൊതുസമൂഹം അത് നമുക്ക് പൊറുക്കാൻ കഴിയില്ല. അത് തിരിച്ചു പിടിക്കുന്നത് പൊതുഖജനാവിലേക്ക് വരുന്ന പണമാണ്, പബ്ലിക് മണിയാണ്. അതുകൊണ്ടാണ് വിജിലൻസിനെ നമ്മൾ ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരണമെന്നും അതിന്റെ സംവിധാനം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ രീതിയിൽ നമ്മൾ അതിനെ കാണണം. ബാബുവിന്റെ ഒരു അന്വേഷണത്തെയോ പ്രതി രക്ഷപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല. ശരി, ശ്രീ AN അങ്ങ് പറയുകയുണ്ടായി മാധ്യമപ്പടയുമായി പോയി നടത്തിയ ഒരു നാടകമെന്ന്. അങ്ങനെയല്ല സാർ. മൂവാറ്റുപുഴ കോടതി ഈ പറയുന്ന സെർച്ചിനുള്ള അപേക്ഷ അംഗീകരിച്ച് അനുമതി നൽകുന്നു. വൈകിട്ടോടെയാണ് അതിൻ്റെ രേഖകൾ കിട്ടുക വിജിലൻസിന്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥരെ സഹായത്തിനായി വിജിലൻസിന് സമീപിക്കേണ്ടതുണ്ട്, ഉദ്യോഗസ്ഥരെ തീരുമാനിക്കേണ്ടതുണ്ട്, എത്ര സംഘമായി നിൽക്കണം എന്ന് മാത്രമല്ല അവരെ ബ്രീഫ് ചെയ്യേണ്ടതുണ്ട്. വെറുതെ അങ്ങ് വിളിച്ചിട്ട് നിങ്ങൾ നാളെ ഞങ്ങൾ പറയുന്നൊരു സ്ഥലത്തേക്ക് പോകണം, അങ്ങനെയൊന്നും അല്ല സാർ. അവരോട് പറയുന്നു ഈ ഒരു FIR ഏത് രൂപത്തിലുള്ളതാണ്, ഈ കേസിൻ്റെ സ്വഭാവം ഏത് തരത്തിലുള്ളതാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടത്,
അങ്ങനെ ഉദ്യോഗസ്ഥരെ പ്രാഥമികമായി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി വിശ്വാസത്തിലെടുക്കുന്നു. പിന്നെ ഒരു യൂണിറ്റിന് മാത്രമായി നടത്താൻ കഴിയില്ല. 6 10 ഒക്കെയാണ് സെർച്ച് നടത്തേണ്ടി വരുന്നത്. ഇനി ഈ സെർച്ച് നടക്കുന്ന സ്ഥലത്തെ യൂണിറ്റ് പോലും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഈ വിജിലൻസ് മേധാവി ഇത്തവണ. മറ്റ് സ്ഥലങ്ങളിലെ യൂണിറ്റുകളെയാണ് അവിടേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും പഴുതടച്ചാണ് ഈ നീക്കങ്ങൾ നടന്നത്. മാത്രവുമല്ല, എത്ര വണ്ടി വേണം, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം, എത്ര മണിക്ക്. ഇത് രാവിലെ എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത ദിവസം അത് തുടരുകയാണ്. ഇന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി, ഇത് ചോർന്നു കിട്ടിയ വിവരം, അതുകൊണ്ടാണ് ലോക്കറിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞത്. അതൊക്കെ അസത്യമാണ്. ഈ സംഭവങ്ങൾ ചോർന്നിട്ടില്ല. ഈ സംഭവങ്ങൾ നടക്കുന്നതിന് വളരെ മുൻപ് കഴിഞ്ഞ മാസമാണ് കെ ബാബുവിൻ്റെ ഭാര്യ ഈ ലോക്കറിൽ നിന്ന് സാധനങ്ങൾ എടുത്തു മാറ്റുന്നത്. ഇതിപ്പോൾ 9-ാം തീയതിയാണല്ലോ ഈ സെർച്ച് വാറന്റ് അനുവദിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഭാര്യയുടെ ഈ നീക്കം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നാടകമല്ല ശ്രീയൻ, ഇതൊരു പ്രഹസനമല്ല ശ്രീയൻ. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. വേണു, ഞാൻ സാധാരണ പത്രം വായിക്കുകയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. കാരണം എനിക്ക് വിജിലൻസ് സംവിധാനമൊന്നുമില്ല. അതിനടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ സാമാന്യഗതിയിൽ സാമാന്യ പൊതുപ്രവർത്തനത്തെയോ നാടിനെ പരിചയമുള്ള ഒരാളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവിടെ ഗോൾഡ് ഉണ്ടാകാം, ലോക്കറിലുണ്ടാകാം, 2-3 അക്കൗണ്ട് ഉണ്ടാകാം. ഇത് വലിയ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ബാബുവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അഴിമതിയുടെ ശൃംഖലയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇവിടെ നിങ്ങൾ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരു നിരാശപ്പെടേണ്ടി വരില്ല. അത് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം നിരാശപ്പെടേണ്ടി വരില്ല. അതെ, നല്ല താങ്കൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണു, ഇതാണ് വേണു കുഴപ്പം. എനിക്ക് പറയാൻ അനുമതി തരാതെ അതിൻ്റെ ഇടയിൽ വേണ്ട. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇത്രയും വലിയ അഴിമതിക്കാരായ ആളുകളെ പിടിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പർവ്വതീകരിച്ച് കാണിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് സർക്കാരിന് വിജിലൻസിനെ കുറിച്ചൊരു നിലപാട് വേണം. ഇപ്പൊ കേരളത്തിൽ ബാലകൃഷ്ണപിള്ള ഒഴികെ ആരെയും അങ്ങനെ പിടിച്ചിരുന്നു എങ്കിൽ പിണറായി വിജയൻ ജയിലിലാകുമായിരുന്നു. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പിടിക്കപ്പെടാതെ പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം വിജിലൻസിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പവർ കൊടുക്കണം. ശ്രീ സി ആർ നീലകണ്ഠൻ, നമുക്ക് എൻ രാധാകൃഷ്ണന്റെ വിനയത്തെ ബഹുമാനിക്കാം. അദ്ദേഹം മാധ്യമങ്ങളിലൂടെ മാത്രമാണ് വിവരങ്ങൾ അറിയുന്നത്. വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ അറിയാനോ അല്ലെങ്കിൽ വിജിലൻസ് സംവിധാനമോ അദ്ദേഹത്തിനില്ല എന്ന്. പക്ഷേ എൻ അത്രയും വിനയാനുതനാകേണ്ട കാര്യമില്ല. വിജിലൻസ് സംവിധാനവുമായി ബന്ധപ്പെട്ടാൽ പൊതുപ്രവർത്തന നിലയിൽ അദ്ദേഹം അത് ചെയ്യേണ്ടതാണ്. വിവരങ്ങൾ സമാഹരിക്കേണ്ടതുണ്ട്. പ്രാഥമികമായ ഒരു ധാരണയുടെ പിൻബലത്തിലല്ലോ ചില കാര്യങ്ങളിൽ ആളുകൾ ഞങ്ങൾ ഈ പൊതുസമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ പോലുള്ളവർ കാണുന്നതല്ലേ കുറെ പത്രമാധ്യമങ്ങളുമായിട്ട് യഥാർത്ഥമായ വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടത്. വലിയ ഇടപാടുകളുണ്ടായി, ഇടപാടുകൾ പുറത്തു കൊണ്ടുവരണം. അങ്ങ് പരിശ്രമിച്ചാൽ കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. ശ്രീ സി ആർ, ഇവിടെ ഒരൊറ്റ കാര്യം, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ ബാങ്ക് ലോക്കർ പരിശോധനയുണ്ടല്ലോ, ഇതിൽ ഈ CCTV ദൃശ്യങ്ങൾ ഒന്ന് അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം എന്ന് ചുമതലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥനെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ട് വിജിലൻസ്. ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് ആ ദൃശ്യങ്ങളെല്ലാം പെൻഡ്രൈവിൽ എടുത്തുകൊണ്ട് വരികയാണ്. ഇതാണ് ശീലം ഈ സംവിധാനത്തിൻ്റെ. അപ്പോൾ ഈ വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ പറയുകയാണ് ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. സെക്ഷൻ 27 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഈ കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് സീസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ CCTV ദൃശ്യങ്ങളും ആ എക്യുപ്മെൻ്റ് അടക്കം സീസ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തു. ആദ്യം ഇത് ചെയ്ത് ഈ പെൻഡ്രൈവിൽ എടുത്തുകൊണ്ട് വന്നു, അദ്ദേഹത്തെ തിരിച്ചുവിട്ട് നമുക്ക് നിയമപരമായ അധികാരമുണ്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് അത് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കീഴ്വഴക്കങ്ങൾ, ഈ നാട്ടുനടപ്പുകൾ ഇതെല്ലാം മാറുകയാണ്. വിജിലൻസിനകത്ത് മാറുന്നുണ്ട്, നാം അറിയുന്നില്ല എന്നേ ഉള്ളൂ. അറിയാൻ ശ്രമിച്ചാൽ അറിയുകയും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊരു വലിയ പരിവർത്തന ഘട്ടമല്ലേ? ഇത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ക്രിയാത്മകമായ ഒരു തലത്തിലേക്ക് ഈ അന്വേഷണ സംവിധാനത്തിന് എത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും വേണു, അതവിടെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ CRPCയിലൊക്കെ വകുപ്പുകൾ ചിലപ്പോൾ പൂർണ്ണമായും ഈ കേസുകൾക്ക് ബാധകമല്ലാതെ വരാം. ചില ഘട്ടങ്ങളുണ്ടാവാം. കാരണം അന്ന് കാണാൻ കഴിയാത്ത ചില അവസ്ഥകൾ അഴിമതി സംബന്ധിച്ച കേസിലുണ്ടാവാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു CCTVയുടെ കാര്യം. CCTV സീസ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്,
CCTV സീസ് ചെയ്താൽ CCTV ഒന്നും എടുത്തുകൊണ്ടിരാൻ പറ്റില്ല. കാരണം അവിടെ ബാക്കിയുള്ള സാധനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അതിൻ്റെ നടത്തിപ്പ് എങ്ങനെയായിരിക്കും? ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഡാറ്റ എടുക്കാൻ കമ്പ്യൂട്ടർ അങ്ങനെ എടുത്തുകൊണ്ടിരേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അതിൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്താൽ മാത്രം മതിയാവും. കാരണം ബാക്കിയുള്ള അത് മാറ്റാൻ പറ്റില്ലല്ലോ. ബാക്കി കമ്പ്യൂട്ടറിൽ ബാക്കി എന്ത് ചെയ്താലും. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ സൈബർ സംവിധാനത്തിൽ പുതിയ തരത്തിൽ ഇത് ഇടപെടേണ്ടി വരും. ഇപ്പോൾ അക്കൗണ്ട് കൈമാറ്റം സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ സൈബർ മേഖലയിൽ കൂടെ തന്നെ കുറ്റം തെളിയിക്കേണ്ടി വരും. വേണു പറഞ്ഞ് കറക്റ്റാണ്. എങ്കിലെന്ന് ഞാനിപ്പോഴും പറയുന്നു, ഞാനൊരു 100% ഈ ഗവൺമെൻറ് ഇത് മുമ്പോട്ട് പോകുമെന്ന പ്രതീക്ഷയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ അവർക്ക് ഉറപ്പ് കൊടുക്കാൻ ഞാൻ അതിൻ്റെ ആളല്ല. മാത്രവുമല്ല, നാളെ ഇടതുപക്ഷത്തിനെതിരായി ഒരു ആരോപണം വന്നാൽ അതെങ്ങനെ അന്വേഷിക്കും എന്ന ചോദ്യം അതിലേക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് വരാം. എനിക്ക് അതിനു മുമ്പ് ഇടവേളയിലേക്ക് പോകണം. അതിന് മുൻപ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ അങ്ങ് പറയുകയുണ്ടായാലും ഒരൊറ്റ ആളെയും ഇങ്ങനെ പിടിക്കുകയോ അവരിൽ നിന്ന് പണം ഈടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചില നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, നമുക്ക് പേരെടുത്തിപ്പോൾ ആരെയും ആക്ഷേപിക്കേണ്ട കാര്യമില്ലല്ലോ. മലബാർ സിമൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ MD പെട്ടെന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. ബെയിലിന് മൂവ് ചെയ്തു, കിട്ടിയില്ല, റിമാൻഡ് ചെയ്തു. ഇതൊരു ചെറിയ സന്ദേശമാണോ സാർ? അതിന് പകരം നാളെ ഒരു രാഷ്ട്രീയക്കാരനാണ് അതേ അവസ്ഥയെങ്കിൽ അപ്പോൾ ഇതൊരു മാറ്റം തന്നെയല്ലേ? വേണു ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു, അദ്ദേഹം അതുപോലെ തന്നെ പുറത്തിറങ്ങി പോവുകയും ചെയ്തു. വേണു അദ്ദേഹവും പുറത്താണ്. ഈ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിൽ ഒരുത്തനാണ് ഈ പറയപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഒരു ഗവൺമെന്റ് മാറി പുതിയൊരു ഗവൺമെന്റ് വന്നു. ഗവർണറുടെ നയപ്രഖ്യാപനം ഞങ്ങൾ അംഗീകരിച്ചു. മാത്രമല്ല ഇവിടെ വിജിലൻസ് കൂട്ടിലടയ്ക്കാത്ത തത്തയാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് കഴിഞ്ഞ കാലത്തെടുത്ത ക്യാബിനറ്റ് എടുത്ത തീരുമാനങ്ങൾ വരെ പരിശോധിക്കാൻ ഇവിടെ സബ് കമ്മിറ്റി വെച്ച് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ച മുഴുവൻ മന്ത്രിമാരെ കുറിച്ചും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ ഈ അന്വേഷണത്തിൽ ഇടപെടുന്നില്ലല്ലോ. ഏതെങ്കിലും ഞങ്ങൾ പറഞ്ഞൊരു പകപോക്കലാകരുത്. നിഷ്പക്ഷമായി നീതിപൂർവമായി അന്വേഷണം നടത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ അഴിമതി നടത്തി എന്ന് പറയുന്ന ആരെങ്കിലും നാളെ അഴിമതി കുറ്റത്തിൽ തെളിയിക്കപ്പെട്ടാൽ ഇവരുണ്ടാക്കി പണം പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഈ അഴിമതിയിലൂടെ അവർ സമ്പാദിച്ച പണം അവർ കൊണ്ടുപോവാണ്, പാർട്ടിയല്ല കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത്തരം ആരെങ്ങൾക്കും പാർട്ടി ഒരു അവസരം കൊടുത്ത് മന്ത്രിയാക്കി കഴിഞ്ഞാൽ ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അഴിമതി നടത്തിയാൽ ആ അഴിമതി തെളിയിക്കപ്പെട്ടാൽ അവരകത്ത് കിടക്കണം. കാര്യം അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത പാർട്ടിക്കില്ല. കാര്യം പാർട്ടി അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഈ അഴിമതി നടത്തുന്നത്, പാർട്ടിക്ക് വേണ്ടി അല്ലല്ലോ അഴിമതി നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി അഴിമതിക്കാർ ഉണ്ടെങ്കിൽ ആ അഴിമതിക്കാർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഒന്ന്, അന്വേഷണവുമായി പരിപൂർണമായി സഹകരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോകാൻ. ഇടവേളയ്ക്ക് ശേഷം കുറച്ച് സമയമേ ഉള്ളൂ ചർച്ച പൂർത്തിയാക്കാൻ. പക്ഷേ അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുക വി മുരളീധരന്റെ മൊഴിക്ക് മേൽ വിജിലൻസ് എന്ത് ചെയ്യും? ഇടവേളയ്ക്ക് ശേഷം.